ഹലോ മക്കളെ, CET എക്സാം കഴിഞ്ഞിട്ട് ICAR-ലോട്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം ICAR അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലേ? അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സെറികൾച്ചർ എന്നിങ്ങനെ തുടങ്ങി നാച്ചുറൽ ഫാമിംഗ് വരെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കോഴ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ CUT രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ICAR ഡയറക്റ്റായിട്ട് പങ്കെടുത്താൽ മതിയോ? ആ സമയത്ത് ICAR രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു, ഇനി ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. സോ അതിനുള്ള ഒരു റിപ്ലൈ, അതിനുള്ള ഒരു മറുപടി, നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫിൻ്റെ കാര്യം കൂടെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വട്ടം കട്ട് ഓഫ് എങ്ങനെയായിരിക്കും? എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ കഴിയും? എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് IARI ഡൽഹി പോലത്തുള്ള യൂണിവേഴ്സിറ്റിയിലും പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവർക്കും കൂടെ ഉള്ള ഇത് കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ ലഭിക്കും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ICAR-ന് സാധാരണ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. അതായത് CUT രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ICAR-ന് രജിസ്ട്രേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ പങ്കെടുക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, പല കുട്ടികൾക്കും എന്ത് ചെയ്യാനില്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരാരും ICAR-ലോട്ട് ആ സമയത്ത് രജിസ്റ്റർ ചെയ്തില്ല, CUT രജിസ്റ്റർ ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ICAR സെപ്പറേറ്റ് കൗൺസിലിംഗ് വിളിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. ഓക്കെ, എന്നാൽ വീണ്ടും ഒരു വട്ടം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് നഷ്ടപ്പെടുകയും അവരുടെ നല്ല സ്കോർ എടുത്തതിന് ശേഷം പോലും അവർക്ക് എന്ത് ചെയ്തില്ല, അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, പുറത്താക്കപ്പെടുകയും ചെയ്തു. സോ ഈ വട്ടം ICAR-ൻ്റെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് ആയിരിക്കും നടത്തുക. അതായത് CUT രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് ICAR രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഇനി അങ്ങോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ICAR രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ICAR രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ്? അവരിനി വിളിക്കും. അത് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് അവരുടെ വെബ്സൈറ്റുകൾ നോക്കണം. ICAR സെപ്പറേറ്റ് തന്നെ വെബ്സൈറ്റ് ഉണ്ട്, exams.nta.ac.in എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ആ ഇൻഫർമേഷൻ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ ICAR-യുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പിന്നീട് ഒരു ചാൻസ് എന്ത് ചെയ്യത്തില്ല, അവർ തന്നെന്ന് വരത്തില്ല. ഓക്കെ, കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടും ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുകയും നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പേഴ്സണലൈസ് മെൻറ്റർഷിപ്പും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് തുടർന്നുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്യേണ്ട, പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അതായത് ഇപ്പോൾ എക്സാം കഴിഞ്ഞത് തൊട്ടുള്ള നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ ICAR-നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ICAR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ICAR രജിസ്റ്റർ ചെയ്യണം, അവരതിൻ്റെയും ഇൻഫോം ചെയ്യും. അതേപോലെ തന്നെ CUT എക്സാം എഴുതി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളോടും ICAR രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. CUT എഴുതിയിട്ട് ICAR അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകൾ നോക്കുന്ന കുട്ടികൾക്കും ഉള്ള ഇൻഫർമേഷനാണ്. നിങ്ങൾ ബാക്കിയുള്ള സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റുകൾ അവരെന്ത് ചെയ്യും, വിളിക്കും. ഓക്കെ, അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിളിക്കും. ആ സമയത്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അതുവഴിയുള്ള അഡ്മിഷൻസിലോട്ടും പോകാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കട്ട് ഓഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ വർഷം എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെ ഒരു വലിയ വ്യത്യാസം വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതായത് നോർമലി നമുക്ക് എത്രയ്ക്ക് ഓരോ സബ്ജക്റ്റും 200 മാർക്സ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. 200 വെച്ചിട്ട് 3 സബ്ജക്ട്സ് ആണ് മിനിമം എഴുതേണ്ടത്. 3 സബ്ജക്ട്സ് എഴുതി കഴിയുമ്പോൾ 600 മാർക്കാണ് വരുന്നത്. ഇപ്പോൾ എന്താണ്, 250 മാർക്ക് വെച്ചിട്ടാണ്, അതായത് മൊത്തം 3 സബ്ജക്ട്സ് എഴുതി കഴിയുമ്പോൾ 750 മാർക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട് ടോട്ടൽ. അപ്പോൾ അതൊന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കട്ട് ഓഫ് നോക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഒരു കുട്ടിക്ക് 500 കിട്ടി, 600 മാർക്സിലാണ് അവർക്ക് 500 കിട്ടിയെന്ന കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾ പലരും ചോദിക്കുന്നത്, എനിക്ക് ഈ വട്ടം 600ഓളം മാർക്കുണ്ട്, കഴിഞ്ഞ വർഷം 500 മാർക്ക് കിട്ടിയ ആൾക്ക് തന്നെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു പ്രീമിയം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് എനിക്ക് ഈ വട്ടം 600 കിട്ടിയത് കൊണ്ടും എനിക്ക്
എനിക്ക് എന്ത് ചെയ്യും ചാൻസ് അവിടെ കൂടുതലല്ലേ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ മാർക്ക് 600 ആയിരുന്നു, ഈ വട്ടം 750 ആണ് എന്ന കാര്യം ഒന്നാമതായിട്ട് നിങ്ങൾ ആലോചിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വട്ടം പറയാൻ പറ്റില്ല. എന്നാൽ ഈ വട്ടം എഴുതിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, അതേപോലെ തന്നെ മാർക്ക് 600 മുകളിലുള്ള കുട്ടികളുടെ എണ്ണവും അത്യാവശ്യമുണ്ട്. ഇതുവരെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി എല്ലാവരുടെയും ഡേറ്റാസ് ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വെച്ചിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ എന്ത് ചെയ്യാം ഒരു പോളും കൂടെ ഇടാം, ഓൾസോ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പോൾ ഇടാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ, നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതനുസരിച്ചിട്ട് ഏതുവരെ കട്ട് ഓഫ് പോകും, എത്ര കുട്ടികൾക്ക് കിട്ടുമെന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ ഇതിന് മുമ്പേ തന്നെ ഓരോ ചാനലുകൾ ഇങ്ങനെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയതായിട്ട് ഞാൻ കണ്ടു. അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിലെന്തുമാത്രം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതല്ലാത്തൊരു കാര്യം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആവശ്യമില്ലാതെ ആശകൾ വളർത്തി വെച്ചിരുന്നാൽ ലാസ്റ്റ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും വലിയൊരു വിഷമമായിട്ട് മാറും. ഓക്കെ, പ്രത്യേകിച്ച് പാരൻസിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവർ ശരിക്കും ഇതിൻ്റെ ബാക്കി പുറകിലുള്ള കാര്യങ്ങൾ മിക്കവരും എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അവർ അവസാനമാകുമ്പോൾ എൻ്റെ മോൻ ഇത്ര മാർക്കുണ്ട് എന്നിട്ട് എന്ത് കിട്ടിയില്ല എന്നുള്ള ചോദ്യം മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ മുമ്പിൽ വരത്തുള്ളൂ എന്ന കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മെൻറ്റർഷിപ്പിൻ്റെ കാര്യം എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പോലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റിന് അടിസ്ഥാനമാക്കിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ വീഡിയോ ചെയ്തത്. ഓൾസോ നമുക്ക് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജസും കൂടെ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.